മച്ചന്മാരെ അപ്പം നമ്മുടെ പുതിയൊരുവിലേക്ക് എല്ലാവർക്കും സാധനം കഴിച്ചപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫോർച്യൂണർ ചെറുതായിട്ട് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് മോഡിഫൈ ചെയ്യാൻ പോകുന്നത് മച്ചന്മാർ. അപ്പം ഗൈസ് നമ്മൾ നമ്മുടെ ഫോർച്യൂണർ എടുത്തിട്ട് ഇന്ന് ഏതാണ്ട് 1-2 ദിവസമേ ആയിട്ടുള്ളൂ. എങ്കിലും നമുക്കത് ഇച്ചിരി താല്പര്യപ്പെട്ടെടുത്ത വണ്ടിയായതുകൊണ്ട് തന്നെ എന്തായാലും നമ്മൾ മോഡിഫൈ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഗൈസ്. നമ്മുടെ പടക്കുതിര ഇതാണ് കിടക്കുന്നു ഗൈസ്. എന്തൊരു മൊഞ്ചല്ലേ അവനെ കാണാൻ. അപ്പോൾ ഗൈസ് എല്ലാവരും ജസ്റ്റ് ഒന്ന് ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഷെയർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുള്ളൂ. അപ്പം മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ഷെയറും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തേര് കേട്ടോ. അപ്പോൾ നമ്മളിനി പോകുന്ന റൂട്ട് നിങ്ങൾ കണ്ടുവച്ചു. നമ്മൾ പോകുന്നത് സുധാകരൻ്റെ അടുത്തോട്ടാണ് കേട്ടോ. സുധാകരേട്ടൻ നമ്മളൊരു പാർട്ടിയാണ്. പുള്ളി ജസ്റ്റ് കിണ്ണനായിട്ട് വണ്ടി സെറ്റ് ചെയ്ത് ഈ വണ്ടി എടുത്തപ്പോഴേ പുള്ളി പറഞ്ഞു ഗൈസ്, ഞാൻ സെറ്റ് ചെയ്തേക്കടാ മച്ചമ്പി എന്ന് പറഞ്ഞേന്ന്. അപ്പോൾ നമ്മൾ സുധാകരൻ്റെ അടുത്തോട്ട് പോയി നേരെ വണ്ടി അങ്ങ് ഏൽപ്പിക്കും എതിർക്കണേ. അപ്പം ഇപ്പോഴേ നമ്മൾ പയ്യാണ് എടുക്കുന്നത്. കാരണം എനിക്ക് സ്പീഡിൽ പോകണമെന്നുണ്ട്, പക്ഷെ പേടിയാണ്. പക്ഷെ കുറച്ച് ഞാൻ ഒന്ന് ഇന്നലെ എടുത്തുകൊണ്ട് പോയി പോകുന്നു തട്ടിയെന്ന്. പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല ഗൈസ്, പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല. നിങ്ങൾ ഓർക്കും ഇത്ര ആറ്റുനോറ്റെടുത്ത വണ്ടിയായിട്ട് ഇവൻ എന്തോ നീ തട്ടിക്കുന്നതെന്നൊക്കെ. പക്ഷെ എന്ത് ചെയ്യാനാ ഗൈസ്, ഇതിന് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാട്ടം കൂടുതലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഈ വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഞാൻ ആദ്യത്തെ വീഡിയോ നമ്മൾ 4 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ 2 വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്തായിരുന്നു. ആ വീഡിയോയിലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്, നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഗെയിമിംഗ് കണ്ടൻറ്റ്സ് ഇനിയും ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിലേക്ക് സെറ്റ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് അറിയാൻ നമുക്ക് നിങ്ങളെ ഇഷ്ടമാണ്, അതായത് ഈ വീഡിയോ ഇങ്ങനെയുള്ള ഗെയിമിംഗ് കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുള്ള ഇതിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഗെയിമിങ്ങിൽ തന്നെ പല ഇതുകളുണ്ട്, അതായത് അപ്ഡേറ്റ് വരുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ ഇന്ന് ഒരു എന്നാ പറയുന്ന ഒരു സ്കിറ്റ് പോലെ. അന്നേരം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗെയിമിംഗ് കണ്ടൻറ്റ്സ് ഐ ലവ് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഗെയിം ഐ ലവ് എന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റും വേണ്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ സുധാകരൻ. ഈ സൈഡിൽ കൂടെ നടന്നു പോകുന്നതാണ് നമ്മുടെ സുധാകരൻ. അപ്പോൾ നമുക്ക് എന്തായാലും സുധാകരനെ ഒന്ന് വിളിച്ചു നോക്കാം. സുധാകര, എടാ ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ ഫോർച്യൂണർ. എടാ നീ എങ്ങോട്ടേ നടന്നു പോകുന്നേ? എടാ ഞാൻ ഇങ്ങോട്ടൊന്ന് മാറിയാടാ സുധാകര. അപ്പം നീ എന്തായാലും വണ്ടി കിണ്ണനായിട്ടൊന്ന് പണിതേക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചങ്ക് വണ്ടിയാണിത്. ശരിയടാ, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അങ്ങോട്ട് പണിത് തന്നേക്കാം, നീ എന്നാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഗൈസ് അപ്പോൾ സുധാകരൻ നമ്മളെ നെയ്സി സന്തോഷം കൊണ്ട് പുള്ളി ആഹ്ലാദിക്കുവാണ് മച്ചമ്മിമാരി. അപ്പം നമ്മളെന്തായാലും സുധാകരനോട് പറഞ്ഞിട്ട് ഇങ്ങോടി വരുവാണ് കേട്ടോ. കാരണം നമ്മുടെ ഫോർച്യൂണർ പുള്ളിയുടെ ഗ്യാരേജിലേക്ക് കയറ്റിയിടണം മച്ചമ്മാരി. അപ്പോൾ ഇത് സുധാകരനൊന്നുമല്ല ഗൈസ്, ഇത് വേറെ ഉണ്ടോ. സുധാകരൻ ഇപ്പം അങ്ങ് നടന്നു പോയി കേട്ടോ. ഇങ്ങനെ വട്ട് പിടിച്ചിട്ട് പുള്ളിക്കാരെ അങ്ങ് നമ്മൾ തട്ടിക്കളഞ്ഞു. പണ്ടേ അതല്ലേ നമ്മളെ തട്ടിക്കളയും. അപ്പോൾ നമ്മൾ അവിടെ ചെറിയൊരു ഇടയുണ്ട്. സുധാകരനാണ് പറഞ്ഞ് ഇങ്ങോട്ട് കയറ്റിയിട്ടേക്കാൻ. കാരണം വണ്ടി അധികം ആൾക്കാരെ കാണിക്കുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചാണ് ഇടുന്നത്. അത് കഴിഞ്ഞ് സുധാകരൻ പണിയാൻ എടുക്കുമ്പോഴത്തേക്കും പുള്ളി എങ്ങോട്ടെങ്കിലുമൊക്കെ മാറ്റിയിടും. തിരിക്കുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന്. അപ്പോൾ തിരിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ തിരിച്ച് ആദ്യം നമ്മൾ തിരിച്ചിടാനാണ് കരുതിയത്. അന്നേരം ഇപ്പോൾ പുറകോ സൈഡോ എല്ലാം തട്ടിയാലെന്നും കരുതിയാണ് തിരിച്ചിടണ്ടെന്ന് കരുതിയത്. പിന്നെ നമ്മളിങ്ങനെ ആക്കി സ്റ്റിയറിങ്ങൊക്കെ വളച്ചു. അപ്പം ഇത്രയൊക്കെയാണ് ഗൈസ്. അപ്പം ഇനി സുധാകരൻ്റെ വർക്ക്ഷോപ്പ് എന്ന് പറയുമ്പം ഇതാണ് കേട്ടോ. ചെറിയൊരു വർക്ക്ഷോപ്പാണ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് പുള്ളി മെയിനായിട്ട് വർക്ക്ഷോപ്പ് നടത്തുന്നത്. ഇതിലോട്ട് വണ്ടിയൊക്കെ കയറ്റിയിടുന്ന സ്ഥലമാണ്. അപ്പോൾ ഗൈസ് എന്തായാലും നമ്മുടെ ഇനി 2 ദിവസം കഴിഞ്ഞ് കിട്ടുകയുള്ളെന്നാണ് പുള്ളി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വീലൊന്ന് പൊക്കും, അത്രയൊക്കെ നമ്മൾ ചെയ്യത്തുള്ളൂ ഗൈസ്. അപ്പോൾ ടാറ്റ, ബൈ ബൈ. ഗൈസ് അപ്പം 2 ദിവസത്തിന് ശേഷം നമ്മളിപ്പോൾ വണ്ടി എടുക്കാനായിട്ട് പോകാൻ തുടങ്ങുകയായിരുന്നു മച്ചാമാരി. അപ്പം നമ്മളെന്തായാലും ഓട്ടോയൊക്കെ വിളിച്ച് പുറത്തങ്ങ് ഇട്ടിട്ടുണ്ട്. ഐശ്വര്യമായിട്ടങ്ങ് കയറിപ്പോകുന്ന കരുതി. അപ്പം ഓട്ടോ നമ്മുടെ ഒരു കൂട്ടുകാരനെയാണ് നമ്മൾ എടുത്തുകൊണ്ട് വന്നതാണ്. പുള്ളി ഓടിക്കുന്നതാണ്. നമ്മളിപ്പം പുറകിലത്തെ സീറ്റിലാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഈസി ഓട്ടോ എടുത്തുകൊണ്ട് ഇങ്ങനെ അങ്ങ് കയറുവാണ് മറ്റു പേര്. ഇങ്ങനെ അങ്ങ് പോവാണ്.
അപ്പം ഇത് ജസ്റ്റ് ഒരു സ്കിറ്റ് വീഡിയോ ആണ്, നിങ്ങൾ ആ ഒരു രീതിയിൽ മാത്രം എടുത്താൽ മതി. ഇപ്പോൾ കുറേ വീഡിയോയിലായിട്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എടുക്കാമല്ലോ തമാശ വീഡിയോ. അപ്പം അപ്ഡേറ്റ്സും ഈ കൂട്ടത്തിൽ വരുന്നുണ്ട്. അപ്ഡേറ്റ്സ് ഇല്ല, മടുപ്പാണ് എന്നും പറഞ്ഞ് ഈ ചാനൽ നിങ്ങളാരും ഉപേക്ഷിച്ചിട്ട് പോകരുത് മറ്റുള്ളവരെ. ഇത് വളരെയേറെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പല പല യൂട്യൂബേഴ്സിനെ പോലെ എനിക്ക് നിങ്ങളെ പറഞ്ഞാശിപ്പിച്ചുകൊണ്ട് ഇരുത്തി ഒരു 10 അല്ലെങ്കിൽ 7-8 കണ്ടൻറ് ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ജസ്റ്റ് 1 ടീം ഒന്ന് ഇടും, ഇന്നത് വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അത് 1 ടീം ഇടുള്ളൂ. പിന്നെ നമ്മൾ വന്നു കഴിഞ്ഞായിരിക്കും ഇടുന്നത്, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും റൂമർ കിട്ടിക്കഴിഞ്ഞായിരിക്കും നമ്മൾ ഇടുന്നത്. നമുക്ക് റൂമറൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ പറയാം, GTA 5 മോഡ് വരാൻ ഇനി കുറച്ച് ആഴ്ചകളും കൂടെ എന്നാണ് നമുക്ക് റൂമർ കിട്ടിയിരിക്കുന്നത്. അതെങ്ങനെ എത്രമാത്രം ഇതായിരിക്കും എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമ്മൾ വണ്ടി കിടക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട് മച്ചുമേര്. വണ്ടി കാണാൻ എനിക്കും ഭയങ്കര താല്പര്യമാണ് മച്ചുമേരി. സെറ്റ് നമ്മുടെ വണ്ടിയുടെ മെയിനായിട്ട് ഓടിക്കുമ്പോൾ നമുക്കറിയാം ഹൈറ്റ് നന്നായിട്ടെന്ന് പറയുക, ഒരുവിധം നമ്മൾക്ക് MVD പൊക്കാത്ത കരുതി ചേട്ടൻ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഗൈസ്. അതിന് ചേട്ടനോട് നന്ദി പറയാം. പിന്നെ നമ്മുടെ അലോയ് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഗൈസ്, ഞാൻ ഇപ്പം സൈഡിൽ നിന്ന് കണ്ടതേ ഉള്ളൂ. എന്തായാലും ഇനി അങ്ങോട്ട് പോകുമ്പം ഞാൻ തന്നെ ക്യാമറ റൊട്ടേറ്റ് ചെയ്യുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. റൊട്ടേറ്റ് ചെയ്താൽ നമ്മൾ എന്തായാലും ഉറപ്പായിട്ടും നമ്മൾ അത് റൊട്ടേറ്റ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. മറ്റുള്ളവരെ ഞാൻ പറഞ്ഞിരുന്നു, ഈ വീഡിയോ നമ്മൾ തികച്ചും വീഡിയോ എടുത്തതിന് ശേഷം വോയിസ് ഓവർ ചെയ്ത് മാത്രം കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ പ്രശ്നങ്ങളൊന്നും വരാൻ ചാൻസില്ല. എല്ലാം നമ്മൾ ഇച്ചിരി മുമ്പേ പറഞ്ഞു പോകുന്ന അങ്ങനെയൊക്കെ വരുള്ളൂ. അതിൻ്റേതായ ഇത് കാണും, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ വീട്ടിലോട്ടാണ്. കഴിഞ്ഞ അവിടുത്തെപ്പോൾ നമ്മൾ എയർപോർട്ടിൽ കൊണ്ടിട്ട് റിവ്യൂ ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. നമ്മൾ ഡയറക്റ്റ് വീട്ടിൽ കൊണ്ടിട്ടാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഗൈസ്. ഇപ്പം ആർത്തി കയറിയിട്ട് എൻ്റെ വണ്ടിയുടെ കൺട്രോൾ ഫുള്ള് എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് കേട്ടോ, ഉള്ളത് പറയാം. കാരണം എനിക്ക് ആദ്യമായിട്ടൊരു വണ്ടി മോഡിഫൈ ചെയ്യുന്ന ഹൈറ്റൊക്കെ കൂട്ടി. പിന്നെ മറ്റേ ഇനി എന്തെങ്കിലും പിന്നെ അലോയുടെ കളറും പിന്നെ അലോയും പിന്നെ വണ്ടിയുടെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ അലോയ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ വേറൊരു അലോയ് എന്ന് കമൻറ്റ് ചെയ്യുന്നത്. നമ്മുടെ വണ്ടിക്കകത്ത് ഓരോരോ അലോയ്സൊക്കെ ഇങ്ങ് ഇട്ട് കാണിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പോസ്റ്റ് ഇടാം, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി പോസ്റ്റ് ഏതൊക്കെ അലോയ് നമ്മുടെ സ്റ്റോക്ക് ഉണ്ടെന്ന് നമ്മൾ പോസ്റ്റ് ഇടാം. നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി പോസ്റ്റ് വേണ്ടവർ കമൻറ്റ് ഇട്ടാൽ മതി, വേണ്ടാത്തൊരു പലർക്കും പല അഭിപ്രായമല്ലേ. എനിക്കിപ്പോൾ ഇഷ്ടപ്പെട്ട ഈ ഒരു ക്ലാസിക് അലോയ് തന്നെയാണ്. അപ്പം നമ്മൾ നൈസി വണ്ടിയൊക്കെ പിന്നെ സൈഡിൽ നിങ്ങൾക്ക് ഒരു ഡിഫൻഡറൊക്കെ കാണാൻ പറ്റും എൻ്റെ എടുത്ത വാതിക്ക്. അതിൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ്, നമ്മൾ എടുത്തുകൊണ്ട് വന്നതാണ് മച്ചുമേരി. അപ്പം നമ്മൾ ക്യാമറ ഒന്ന് റൊട്ടേറ്റ് ചെയ്തായിരുന്നു ഗൈസ്. ഇതാണ് കേട്ടോ ഡിഫൻഡർ, വെള്ളയാണ് ഗൈസ്. ഇപ്പോൾ ഈ സൈഡിൽ നോക്കുമ്പം അപ്ഡേറ്റ് എന്ന് പറയുന്ന നല്ല രീതി അലോയുടെ കളറും അലോയും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. സസ്പെൻഷൻ നമ്മളൊന്നുകൂടെ കൂട്ടിയിട്ടുണ്ട്, വലുതാക്കിയിട്ടുണ്ട്. പിന്നെ ശകലം തള്ളിക്കിടക്കുന്ന വീലാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒന്നുകൂടെ ആ റെഡ് കളർ അലോയും വീലൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ചെറുക്കം പ്രത്യേക ഒരു മൊഞ്ചായി ഗൈസ്, പ്രത്യേക ഒരു സൗന്ദര്യം അവന് വന്ന പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ലെജൻഡർ നമ്മൾ തങ്കക്കുടം പോലെ. പിന്നെ സൺലൈറ്റ് അടിക്കുമ്പോൾ ഈ റെഡ് യെല്ലോ ആകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും മച്ചുമേരെ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങൾ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. പ്രത്യേകിച്ച് അങ്ങനെ നമ്മൾ 3 അപ്ഡേഷനാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തേക്കുന്നത്. ഫസ്റ്റ്ലി അലോയുടെ കളറ് മാറ്റി, പിന്നെ ടയർ വലുതാക്കി, ഹൈറ്റ് കൂട്ടി, അലോയ് മാറ്റി. അത് 3-4 അപ്ഡേഷനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളുടെ അടുത്ത് ഇപ്പം ഈ വീഡിയോയ്ക്ക് തന്നെ 2 ഹാഫാണുള്ള ആ 2 ഹാഫിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ജസ്റ്റ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഇതുപോലെയുള്ള ഗെയിമിംഗ് കണ്ടൻറ്റ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് ഗ്രാൻഡ് തീഫ് ഓട്ടോ 5ൻ്റെ അപ്ഡേഷൻ ഒക്കെ വരുന്നതായിരിക്കും. മറ്റും പറ്റാത്ത പേയ്മെൻറ്റ് ചെയ്യൂ. Thank you for watching this video.